താരപദവി ക്ഷണികമാണെന്നതിൻ്റെ വേദനാജനകമായ ഓർമ്മപ്പെടുത്തലാണ്. കഠിനാധ്വാനവും പ്രതിഭയും കൊണ്ട് ഉന്നതിയിലെത്തിയ ഒരാൾക്ക് ഒരു നിമിഷത്തെ ദുരന്തം എങ്ങനെയെല്ലാം നഷ്ടപ്പെടുത്താമെന്ന് ഈ കഥ പറയുന്നു. സിനിമാ ലോകത്തെ താരപദവി ആകാശത്തെ നക്ഷത്രം പോലെയാണ്. ഒരു നിമിഷം കൊണ്ട് ആകാശത്തു ജ്വലിച്ചു നിൽക്കുകയും അടുത്ത നിമിഷം അത് അപ്രത്യക്ഷമാകുകയും ചെയ്യുന്നു. സിനിമയിലെ പ്രശസ്തി ഒരു മിഥ്യയാണെന്ന സത്യം തമിഴ് സിനിമയുടെ ആദ്യത്തെ സൂപ്പർ സ്റ്റാറായ MK ത്യാഗരാജ ഭാഗവതരുടെ ജീവിതം പോലെ മറ്റാരെക്കുറിച്ചും ഇത്ര വേദനയോടെ വെളിപ്പെടുത്തിയിട്ടില്ല. 1910 മാർച്ച് 1 ഒരു സാധാരണ കുടുംബത്തിലായിരുന്നു MK ത്യാഗരാജ ഭാഗവതർ ജനിച്ചത്. സംഗീത ലോകത്തെ ഒരു യഥാർത്ഥ രത്നമായിരുന്നു അദ്ദേഹം. 1920കളുടെ അവസാനത്തിൽ ഒരു ക്ലാസിക്കൽ ഗായകനായും സ്റ്റേജ് ആർട്ടിസ്റ്റായും അദ്ദേഹം തൻ്റെ കരിയർ ആരംഭിച്ചു. 1940കളിൽ തൻ്റെ ദിവ്യമായ ശബ്ദം കൊണ്ട് അദ്ദേഹം തമിഴ്നാടിനെ മോഹിപ്പിച്ചു. 1934 പാവലക്കൊടി എന്ന ചിത്രത്തിലൂടെയായിരുന്നു അദ്ദേഹത്തിൻ്റെ അഭിനയ രംഗത്തേക്കുള്ള അരങ്ങേറ്റം. നായകന്മാർ സ്വന്തം പാട്ടുകൾ പാടേണ്ടിയിരുന്ന അക്കാലത്ത് അദ്ദേഹത്തിൻ്റെ ശ്രുതിമധുരമായ ശബ്ദം, തോളോളം നീളമുള്ള മുടി, ആകർഷകമായ സ്ക്രീൻ സാന്നിധ്യം എന്നിവ അദ്ദേഹത്തെ ഒറ്റ രാത്രി കൊണ്ട് ഒരു സെൻസേഷനാക്കി മാറ്റി. നാടക പശ്ചാത്തലത്തിൽ നിന്ന് വന്ന MKT ശാസ്ത്രീയ സംഗീതത്തിലും അഭിനയത്തിലുമുള്ള ഇരട്ട പരിശീലനത്തിലൂടെ തൻ്റെ കലാപരമായ വൈദഗ്ധ്യം വികസിപ്പിച്ചു. കരിയറിന്റെ തുടക്കത്തിൽ മെലിഞ്ഞ ശരീരഘടന കാരണം അദ്ദേഹം സ്ത്രീവേഷങ്ങൾ പോലും അവതരിപ്പിച്ചിരുന്നു. സംഗീതത്തിലും പ്രകടനത്തിലുമുള്ള ഈ വൈദഗ്ധ്യത്തെ അംഗീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഉപദേഷ്ടാവായ നടേശ് അയ്യർ അദ്ദേഹത്തിന് ഭാഗവതർ എന്ന പദവിയും നൽകി. തൻ്റെ കരിയറിൽ അദ്ദേഹം ഏകദേശം 15 ചിത്രങ്ങളിൽ മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂ. അതിൽ 6 എണ്ണവും വൻ വിജയങ്ങളായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായ ചിത്രമായ ഹരിദാസ് ചെന്നൈയിലെ ബ്രോഡ്വേ തിയേറ്ററിൽ തുടർച്ചയായി 3 വർഷം പ്രദർശിപ്പിച്ച് ചരിത്രം സൃഷ്ടിച്ചിരുന്നു. പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴാണ് MKTയുടെ ജീവിതത്തിൽ ദുരന്തം നിഴൽ വീശിയത്. പ്രശസ്തിയുടെ ഉന്നതിയിൽ നിൽക്കെ പത്രപ്രവർത്തകനായ ലക്ഷ്മികാന്തന്റെ കൊലപാതക കേസിൽ ഭാഗവതരും സഹനടൻ NS കൃഷ്ണനും അറസ്റ്റിലായി. ഈ കേസിൽ അറസ്റ്റിലായി ജയിലിൽ കഴിഞ്ഞ 27 മാസങ്ങൾ അദ്ദേഹത്തിന്റെ കരിയറിനെ തകർത്തു. പിന്നീട് ലണ്ടൻ കോടതി അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിയെങ്കിലും നഷ്ടപ്പെട്ട സമയം അദ്ദേഹത്തിന് തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞില്ല. ജയിൽ മോചിതനായ ശേഷം തന്റെ സ്ഥാനം തിരിച്ചു പിടിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. 5 സിനിമകളിൽ കൂടി അദ്ദേഹം അഭിനയിച്ചെങ്കിലും ഒന്നുപോലും വിജയം കണ്ടില്ല. അദ്ദേഹത്തിന്റെ അവസാന ചിത്രമായ ശിവഗാമി വാണിജ്യപരമായി പരാജയപ്പെട്ടു. ഭാഗവതർ ക്രമേണ വിസ്മൃതിയിലേക്ക് മറിഞ്ഞു. താരപദവിക്കപ്പുറം രാജ്യത്തോടുള്ള അദ്ദേഹത്തിന്റെ പ്രതിബദ്ധത ശ്രദ്ധേയമായിരുന്നു. 2ാം ലോക മഹായുദ്ധ സമയത്ത് മദ്രാസ് ഗവർണറായിരുന്ന ആർതർ ഓസ്വാൾഡ് ജെയിംസ് ഹോപ്പിന്റെ അഭ്യർത്ഥന പ്രകാരം ഭാഗവതർ ബ്രിട്ടീഷ് യുദ്ധശ്രമങ്ങൾക്ക് പണം സ്വരൂപിക്കുന്നതിനായി കച്ചേരികളും നാടകങ്ങളും സംഘടിപ്പിച്ചു. ഭാഗവതർ നിരസിച്ച ദിവാൻ ബഹദൂർ പദവി നൽകി ഗവർണർ അദ്ദേഹത്തിന്റെ സംഭാവനകളെ അംഗീകരിച്ചു. ബ്രിട്ടീഷുകാർ അദ്ദേഹത്തിന് 1 ലക്ഷം രൂപയും തഞ്ചാവൂരിനടുത്തുള്ള ഒരു പട്ടണവും നൽകി ആദരിക്കാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹം അത് വിനയത്തോടെ നിരസിക്കുകയാണ് ഉണ്ടായത്. പകരം ആ തുക ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് സംഭാവന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ദാരുണമായിരുന്നു ആ മഹാനായ താരത്തിന്റെ അവസാന വർഷങ്ങൾ. ഒരു കാലത്ത് ആരാധകരുടെ തിരക്കിൽ തിളങ്ങി നിന്ന അദ്ദേഹം അവസാന നാളുകളിൽ ദാരിദ്ര്യത്തിലും നിരാശയിലും കഴിഞ്ഞു. 1959 നവംബർ 1 ഒരു കാലത്ത് അദ്ദേഹത്തെ ആരാധിച്ചിരുന്ന പ്രേക്ഷകർ മറന്നുപോയ ആ ഇതിഹാസം ലോകത്തോട് വിട ചൊല്ലി. അദ്ദേഹത്തിന്റെ ജീവിതം താരപദവി ക്ഷണികമാണെന്നതിന്റെ വേദനാജനകമായ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. ദുൽഖർ സൽമാന്റെ കാന്ത ഈ മറക്കപ്പെട്ട സൂപ്പർ സ്റ്റാറിന് നൽകുന്ന ഒരു ശ്രദ്ധാഞ്ജലിയാണ്. കാരണം നക്ഷത്രങ്ങളെ പോലെ തിളക്കവും ഒരു കണ്ണിമ വെട്ടൽ കൊണ്ട് ഇരുട്ടിലേക്ക് മറഞ്ഞു പോകാം, പക്ഷേ ആ പ്രകാശം ചരിത്രത്തിൽ എന്നെന്നും നിലനിൽക്കും.